ലോക കിരീടം ഏറ്റുവാങ്ങുന്നത്. ആ ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ നാട്ടുകാരായ ചില ആളുകളുണ്ട് വിഴിഞ്ഞത്ത് എവിടാ എന്നുള്ളത് തന്നെ. വിഴിഞ്ഞത്തല്ല, ഞാൻ ആറ്റിങ്ങിലാണ്. പക്ഷെ ഇന്ന് അല്ല, സഞ്ജുവിനോട് രാജ്യമെങ്ങും ചോദിക്കുന്ന ചോദ്യമാണ്. വെസ്റ്റ് ഇൻഡീസ് ബൗളർമാർ ചോദിച്ചു വിഴിഞ്ഞത്ത് എവിടെയാണ്. അതായത് നമ്മുടെ സമീപകാലത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായ ഭയങ്കര ഹിറ്റായിട്ടുള്ള കാട്ടക്കട അണ്ണനെ ലൈനിൽ പിടിച്ചാണ് വിഴിഞ്ഞത്ത് എവിടെയാന്നുള്ളത്. തിരുവനന്തപുരത്തുകാരൊക്കെ തന്നെയാണ്. നമ്മൾ കാലത്ത് വന്നപ്പോൾ ഈ സൗകര്യം കണ്ടു. അവരെ സംബന്ധിച്ചോളം ആഗ്രഹം എന്തായാലും പ്രതീക്ഷിച്ച പോലെ തന്നെ, നമ്മൾ കാലത്ത് സംസാരിച്ച പോലെ തന്നെ സഞ്ജു ഇന്നും തകർത്തടിക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ സഞ്ജു അവൻ ഇന്ത്യൻ ടീമിൽ ഈ T20 വേൾഡ് കപ്പിൽ തിരിച്ചു വന്നതിന് ശേഷം ചെറിയ ഇന്നിങ്സാണ് കളിച്ചതെങ്കിലും തളരില്ല മലയാളികളില്ല. നമ്മൾ തളരാനാണെങ്കിൽ 11 വർഷം മുമ്പ് തളർന്നു പോയിട്ട് മാതൃകയാക്കി നമ്മൾ 11 വർഷം മുമ്പ് 2015 ഡെബ്യൂട്ട് ചെയ്ത് 11 വർഷം കൊണ്ടവൻ നേടിയതാണ്. സ്റ്റാർ ഈസ് ബോൺ. സ്റ്റാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്ത്യ BCCI ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് സഞ്ജു വെളിയിലായത്, ടു ബി ഓണസ്റ്റ്. പക്ഷേ സഞ്ജു ഒരു ടീം പ്ലെയർ ആയിരുന്നു. ഇന്ന് അവന് സെഞ്ചുറി അടിക്കായിരുന്നു. കഴിഞ്ഞ കളി സെഞ്ചുറി അടിക്കായിരുന്നു. കളിച്ചില്ല. ടീമിന് എന്താ ഡിമാൻഡ് ചെയ്യുന്നത് അതിനു വേണ്ടി മാത്രം കളിക്കുന്ന ഒരു പ്ലെയർ. ഇന്ന് സഞ്ജു മാൻ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ ഗ്യാലറി മുഴുവൻ ആർത്തിരമ്പി. സഞ്ജു അടിക്കുന്ന ഓരോ ഷോട്ടിനും ഗ്യാലറി മുഴുവൻ ആർത്തിരമ്പി. ഇന്ന് പകല് തൊട്ട് ഞങ്ങൾ കാണുന്നതാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് ഈ കളി കാണാൻ വേണ്ടി മാത്രം. ഇമോഷണലി ഭയങ്കര വീക്കായി നിൽക്കുകയാണ്. ഒരുപക്ഷെ മാൻ ഓഫ് ദി സീരീസ് കിട്ടും. ഇന്നും സഞ്ജു കാണിച്ചൊരു കാമാൻ കമ്പോഷൻ ഉണ്ട്. ഈ ഒരു പോസ്റ്റർ കാണിച്ചു തുടങ്ങാം. അതായത് ഇപ്പോൾ ലോകത്തെവിടെയുള്ള മലയാളികൾ പറയുന്ന ആ ഡയലോഗ് ഇതായിരിക്കും: മലയാളി പൊളിയാട എന്ന കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായില്ല. ഈ ചേട്ടൻ ഏത് നാട്ടുകാരനാണെന്ന് എനിക്കറിയില്ല, മലയാളി തന്നെ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ക്ലിനിക്കലി മർലൺ സാമുവൽസ്, ലാൻസ് ക്ലൂസ്നർ അല്ലെങ്കിൽ മൈക്കൽ ബെവൻ, ഈ സെഗ്മെന്റിൽ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് പ്ലെയർ ആണ് സഞ്ജു. ഒരു ആവറേജ് പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ലെജൻഡ്. ആക്ച്വലി ലെജൻഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈക്കൽ ബെവൻ ഓസ്ട്രേലിയക്കുള്ള പോലെ, ലാൻസ് ക്ലൂസ്നർ സൗത്ത് ആഫ്രിക്കയ്ക്കുള്ള പോലെ, മർലൺ സാമുവൽസ് വെസ്റ്റ് ഇൻഡീസിനുള്ള പോലെ ഇന്ത്യയുടെ ഒരു ടോപ്പ് ക്ലാസ് ലെജൻഡ് ആണ് ഉദയം ചെയ്തിരിക്കുന്നത്. കേരളത്തിനും തീരില്ല. വളരെ അഭിമാനമാണുള്ളത്. ആക്ച്വലി തിരുവനന്തപുരംകാരൻ എന്നുള്ള നിലയിൽ വളരെ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. മലയാളികൾ വളരെ അഭിമാനത്തോടെ കാത്തിരുന്ന നിമിഷം. സഞ്ജു കളിക്കണം, സഞ്ജു ഇന്ത്യക്ക് വേണ്ടി കളിക്കണം, ജയിക്കണം, ഇന്ത്യ ജയിപ്പിക്കണമെന്ന് മലയാളികൾ ആദ്യം ആഗ്രഹിച്ചിരുന്നു. ഇന്ന് ഇന്ത്യക്കാർ മുഴുവൻ ആ ആഗ്രഹവുമായിട്ടാണ് സ്റ്റേഡിയത്തിൽ വന്നത്. അവർക്ക് എല്ലാവർക്കും സമ്മാനം കൊടുത്തിട്ടാണ് സഞ്ജു പോയത്. അഭിമാനം മാത്രം. ഈ വിജയം സഞ്ജുവിന്റെ അപ്പിലും ഡൗണിലും സഞ്ജു എന്നൊക്കെ തകർന്നിട്ടുണ്ടോ അന്നൊക്കെ അവന്റെ കൂടെ നിന്ന് ഫാൻസിനുള്ളതാണ്. കാരണം ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് വരെ ബെഞ്ചു എന്ന് വിളിച്ച് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒരുപാട് തവണ അവനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വിഷമിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് അവർക്കൊക്കെ കൂടിയാണ്. കാരണം ഒരാളുടെ തളർച്ചയിലും ഒരാളുടെ വീഴ്ചയിലും അവരെ സപ്പോർട്ട് ചെയ്യണം. അവരെ സപ്പോർട്ട് ചെയ്ത് അയാൾ തിരിച്ചു വരുമ്പം അയാളുടെ തിരിച്ചു വേണ്ടി എല്ലാവരും കരയണം. അതാണ് ഇത് അവനെ വർഷങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, അവന്റെ കഴിവിൽ വിശ്വാസം അർപ്പിച്ച എല്ലാ ഫാൻസും, അത് മലയാളികളായിക്കോട്ടെ, ഇന്ത്യയിലുള്ളവരായിക്കോട്ടെ, പുറത്തുള്ളവരായിക്കോട്ടെ, എല്ലാവർക്കും ഇന്ന് അവൻ നൽകിയ വിജയമാണിത്. मुंबई से हम लोग बहुत खुशी हो रही है और ये मेरी फर्स्ट मैच है. मैं फर्स्ट टाइम ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.